ഇരമ്യാവിൻ്റെ പ്രവചനം 45 അധ്യായം 5 വാക്യം. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരുമെന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇരമ്യാവിൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ബാരൂക്ക്. പലപ്പോഴും അനുഭവിച്ച ജയിൽവാസം നിമിത്തം ഇരമ്യാവിന് തൻ്റെ പ്രവചനങ്ങൾ പൊതുജന മധ്യത്തിൽ പറയാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അന്നെല്ലാം ഇരമ്യാവ് എഴുതിക്കൊടുത്തവ ജനസമൂഹത്തിന് നടുവിൽ ചെന്ന് വായിച്ച് കേൾപ്പിച്ചത് ഇദ്ദേഹമാണ്. മാത്രമല്ല, ഇരമ്യാവ് എഴുതിയ പ്രവചന രേഖകൾ യഹൂദാ രാജാവ് തീയിൽ എറിഞ്ഞ് കത്തിച്ചു കളഞ്ഞപ്പോൾ ഇരമ്യാവിൻ്റെ വാമൊഴി കേട്ടവ വീണ്ടും എഴുതുകയും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തതും ഈ വ്യക്തിയാണ്. അദ്ദേഹം ഇരമ്യാവിൻ്റെ ഒരു ഉറച്ച ശിഷ്യനായിരുന്നു. ആയതിനാൽ വലിയ കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൗത്യം തീഷ്ണതയോടെ നിർവഹിക്കുന്ന തൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ ഇരമ്യാവ് ബാരൂക്കിന് നൽകുന്ന ദൈവത്തിൻ്റെ സന്ദേശമാണ് ഈ വാക്കുകൾ. ബാബിലോന്യർ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനമില്ലാത്ത ഈ കാലത്ത് സ്വന്തം കാര്യമോർത്ത് ആകുലപ്പെടുന്നതിലെ അർത്ഥമില്ലായ്മ കൂടെയാണ് ഈ വാക്കുകളിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. ദേശം യുദ്ധത്തിൽ പിടിക്കപ്പെടാൻ പോകുമ്പോൾ ആ ദേശത്ത് തനിക്ക് സ്വന്തമായി എന്തൊക്കെ ഉണ്ടായിരുന്നാലും അതൊന്നും അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനോടിരിക്കുമോ എന്ന് തന്നെ ഉറപ്പില്ലാത്ത കാലത്താണ് ജീവിക്കുന്നത്. ദൈവം ദേശത്തെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അവിടുള്ള ജനത്തിൽ ആരെയൊക്കെ ബാക്കി വയ്ക്കുമെന്ന് ആർക്കും ഉറപ്പില്ല. എന്നാൽ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ബാരൂക്കിൻ്റെ ജീവൻ ദൈവം അനർത്ഥം കൂടാതെ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അത് യുദ്ധത്തിൽ ഒരു കൊള്ള കിട്ടിയതുപോലെ കാണണം എന്ന് അരുളിച്ചെയ്യുന്നു. മറ്റെല്ലാം നഷ്ടപ്പെടുമ്പോഴും ജീവൻ നിലനിൽക്കുന്നതിനെ എത്ര വലിയ കാര്യമെന്ന് കാണണമെന്നാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും ദൈവം നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നെങ്കിൽ അതിനെ വിലയേറിയതായി കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.